നമ്മുടെ മുഖ്യാതിഥി ജീവിത പരിവർത്തന പരിശീലകൻ, മോട്ടിവേഷണൽ സ്പീക്കർ, കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ശ്രീ ഡി ജോയ്കുട്ടി സാറിനെ സദസ്സിലേക്ക് പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കുന്നതിനായി സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്ക് നിങ്ങൾ വഴക്കിടരുത്. ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ പറയാം. നിങ്ങൾ അവരെ കേൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള എനിക്ക് അറിയാം. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാകുമ്പോൾ കാണുമ്പോഴേ അറിയാം, നല്ല സാധുള്ള മക്കൾ. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്ക്. കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ പരസ്പരം മോശമായിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ ഇരിക്കാൻ ശ്രമിക്കും. ഈ കുഞ്ഞ് ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുട്ടി കരയാറുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പല കുടുംബങ്ങളും സിംഗിൾ പേരന്റ് ഡൈവോഴ്സ് ചെയ്ത് പോയിരിക്കുക. പിന്നെ രണ്ടാമത് വന്ന് കല്യാണം കഴിക്കും. ഈ കുഞ്ഞിനെ തമ്മയ്ക്ക് ഇഷ്ടമല്ല, അല്ലെ തള്ളക്ക് ഇഷ്ടമല്ല, ഉപദ്രവമാണ്. പ്രശ്നങ്ങളെല്ലാം ഈ കുഞ്ഞിന്റെ തലയിലേക്കാണ് വരുന്നത്. ഈ കുഞ്ഞ് ഈ സ്കൂളിലേക്ക് വന്ന് പഠിക്കുമ്പോൾ ആ കുഞ്ഞിന് എത്രമാത്രം ആ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും? ഞാൻ പറയുന്നത്, ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുമ്പോൾ നിങ്ങളുടെ 3 ജന്മങ്ങളാണ് അവിടെ വരുന്നത്. ഒരു ജന്മവും മറ്റൊന്നിന് മുകളിലോ താഴെയോ അല്ല. ആ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിനെ നമ്മൾ വളർത്തുമ്പോൾ, അവൻ നമ്മളെ കണ്ട് പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതശൈലി കണ്ട് പഠിക്കുമ്പോൾ നമ്മളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജാണ് അവന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പേരൻസ് വിത്താണ്, ഈ സമൂഹമാണ് വളമിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മളാകുന്ന വിത്ത്, അല്ലെങ്കിൽ അതേപോലെയുള്ള പല യൂട്യൂബ് ചാനലുകളിലെ സുഹൃത്തുക്കള് മോശമായ സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികളിൽ നിന്ന് ഒക്കെ ഈ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കുകയാണ്. അപ്പോൾ ഈ പേരൻസിന്റെ ആ വലിയ ഇടപെടല് നമ്മുടെ കുഞ്ഞിന്, ഞാൻ പറയുന്നു, പക്ഷെ മോശമായ സാഹചര്യങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ നല്ലവരായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവര് ആ വളം, ഏത് വളമാണ് സ്വീകരിക്കേണ്ടത്? ഇനി അതേപോലെയുള്ള കാര്യങ്ങള് എന്തുകൊണ്ട് ശക്തമാക്കി പല സ്കൂളിന്റെയും അതിർത്തികളില് ഈ മയക്കുമരുന്നുകൾ വളരെ അനവധി. അത് നാട്ടിലിട്ട് കഴിഞ്ഞാൽ നാക്കും അറിയത്തില്ല എന്താ സംഭവിച്ചു. അതുകൊണ്ട് എനിക്കറിയാം, സിസ്റ്റർ അവിടെ സ്കൂളില് പ്രിൻസിപ്പളായിരിക്കുമ്പോൾ മുട്ടായി പോലും കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് സിസ്റ്റർ അനുവദിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ ആയിരിക്കും ഞാൻ തന്നെയാണ്. കാരണം ഇതിന് എല്ലാം ഈ കുഞ്ഞുങ്ങൾ വശംവദരാകുകയാണ്. ഞാൻ ഒന്നാമത് പറയുന്നത്, പാരൻസിന്റെ വലിയ ഒരു സാന്നിധ്യം, നിങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹം അവർക്ക് കൊടുക്കുമ്പോൾ അവർ നിങ്ങളെക്കാൾ സ്നേഹമുള്ളവരായിട്ട് വളരുകയും സമൂഹത്തിലേക്ക് ഇറങ്ങി അവർ നന്മ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളെല്ലാം വിചാരിക്കുന്നു, അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു ഡോക്ടറായില്ല, അവനെങ്കിലും ഡോക്ടർ ആകണം എന്ന് വിചാരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവര് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യും. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ടീച്ചേഴ്സ്. നിങ്ങൾ ഈ കുടുംബത്തില് നിങ്ങൾ ആദ്യത്തെ ടീച്ചർ നിങ്ങളാണ്. പക്ഷെ കുഞ്ഞ് ഓരോ മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം വന്ന് ചോദിക്കുന്നത് ടീച്ചേഴ്സിനോടാണ്. അത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ വെളിയിലേക്ക് കുഞ്ഞിറങ്ങിയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അവർ പഠിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മാതാപിതാക്കളുടെ റോള് വളരെ വലുതാണ്. നിങ്ങള് കുടുംബത്തില് നിങ്ങളിലെ ദുശീലങ്ങൾ മാറ്റുക. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഒരു മദ്യം വിൽക്കുന്ന ഒരു വലിയ ഒരു ഉടമ ആ കുഞ്ഞുങ്ങൾ അയാളുടെ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? അതായത്, അല്ലെങ്കിൽ വേറെ മയക്കുമരുന്നുമായിട്ട് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിക്കുന്ന ഒരു മാതാപിതാക്കൾ അവർ ആ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? അപ്പോൾ ഇന്ന് സമൂഹത്തിലെ കുഞ്ഞുങ്ങൾ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞാല് ധാരാളം പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതായത് മൊബൈൽ അഡിക്ഷന്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഞാൻ കടക്കുന്നില്ല, അതിലൂടെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ ആ അടിത്തറ നിങ്ങൾ ശക്തമാക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പുതിയ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ല.
ആക്റ്റീവായിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കുഞ്ഞ് വന്ന് വീട്ടിൽ ക്ലാസ് വന്ന് ഉറങ്ങിയിരിക്കും. അവൻ രാത്രി ഇന്ന് കുഞ്ഞുങ്ങളെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? കുഞ്ഞുങ്ങൾ 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്. അവിടെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഞാൻ നിങ്ങൾ പണിക്ക് വരുന്നു, അവർ പറയാം എല്ലാവരും മൊബൈൽ നോക്കും. ഞാൻ പറയാം നിങ്ങൾ മൊബൈൽ എന്താണ് നോക്കുന്നത്? അവർ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ പറയാം ഗെയിം കളിക്കുകയും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ എപ്പോൾ ഉറങ്ങണം? അവരെങ്ങനെ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നു? അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ജീവശൈലി മാറി, ബ്രേക്ക്ഫാസ്റ്റ് മാറി, അവരുടെ ഉറക്കത്തിന്റെ ആ ഒരു താളം തെറ്റി. അവര് ഉച്ചഭക്ഷണം ഈ അവധി ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചഭക്ഷണം അവർ കഴിക്കുന്നത് 3-4 മണിക്കായിരിക്കും. പിന്നെ അവരുടെ വൈകിട്ട് ലഞ്ച് അവരുടെ സപ്പറൊക്കെ കഴിക്കുന്നു. മൊത്തത്തിൽ അവരുടെ ജീവിതമേ താളം തെറ്റി പോവുകയാണ്. ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ വരുന്നത് എവിടെയാണ്? മാതാപിതാക്കളിലേക്കാണോ, കുഞ്ഞുങ്ങളിലേക്കാണോ, അതോ നമ്മുടെ സ്കൂളിലേക്കാണോ? നമ്മൾ നല്ല രീതിയിൽ സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നല്ല ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ടീച്ചേഴ്സ് ഇതിനുവേണ്ടി ഇപ്പം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരുടെ പാഠ്യപദ്ധതികൾ അവരുടെ സിലബസ് കൊടുക്കാനായിട്ട് അവർ പരിശ്രമിക്കും. മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ കൊണ്ടുവരും. പക്ഷേ അവർക്ക് കൂടുതൽ ഒരു മെന്റർ എന്ന നിലയിൽ കൂടുതൽ അവർക്ക് ചെയ്യുവാനായിട്ട് ഒന്നും പറ്റുകയില്ല. അവർക്ക് പറയാൻ പറ്റും, ഇന്ന് ഉപദേശം ആർക്കും ഇഷ്ടമില്ല. ഡോക്ടർക്കൊക്കെ അറിയായിരിക്കും, ഉപദേശം ആരും ഇന്ന് കേൾക്കുന്നില്ല. അവനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൻ 1 മണിക്കൂർ ചെയ്യും. അതാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ഉപദേശങ്ങൾക്ക് അപ്പുറത്ത് അവരെ പ്രാക്ടിക്കലായിട്ട് അവരെ കൊണ്ടുവരാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അതിരാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു സമയം. അതായത് നമുക്കറിയാം, ഈ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രെയിൻ. അതായത് 56 ബില്യൺ ന്യൂറോണുകളാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. ആ ഓരോ ന്യൂറോണിനെയും ബന്ധിപ്പിച്ച് 10,000-ലേറെ കണക്റ്റുകളുണ്ട്. അതുകൊണ്ട് ഇതിനെ കണക്റ്റം എന്ന് ഇംഗ്ലീഷ് വാക്കിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു സിസ്റ്റം, അഡിഷനൊക്കെ വരുന്നത് ഈ ബ്രെയിൻ സിസ്റ്റമില്ല. ഇപ്പൊ എല്ലാവരും പറയും സ്ട്രെസ്സാണ്, സ്ട്രെസ്. ഈ അടുത്തിടയ്ക്കാണ് നമ്മൾ ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ വലിയ രീതിയിൽ നമുക്ക് കേൾക്കാനായിട്ട് തുടങ്ങിയത്. നമുക്ക് ആദ്യം ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്കറിയാം, നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. ഈ വെയിലും മഴയും കൊണ്ട് നടന്നും ഓടിയും ജീവിതത്തിൽ നമ്മൾ വളരെയേറെ വിജയിച്ചവരാണ് നമ്മൾ. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം പെരയ്ക്കകത്ത് ഉള്ളിൽ ഇരുന്ന് മുറിക്കകത്ത് നമ്മൾ ഒരു മൂത്തവന് മുറി, ഇളയവന് മുറി, മറ്റേ ഏറ്റവും വേറൊരു മുറി, മുറികൾ തിരിച്ചു കൊടുത്തു. പണ്ട് നമ്മളെല്ലാം ഒരു മുറിക്കകത്ത് ഒരു കീറപ്പായയിൽ കിടന്ന് ഒരു തലയിനെ വിട്ട് ഒരു പുതപ്പ് പുതച്ച് നമ്മൾ കിടന്നപ്പോൾ നമ്മൾ സുഖമായിട്ട് ഉറങ്ങില്ലേ? ഇന്ന് അവർക്കെല്ലാം ഓരോ മുറികൾ കൊടുത്ത് അവർ ഇങ്ങോട്ട് വിളിച്ചു പറയും, മൊബൈൽ ചായ കൊണ്ടുപോകാൻ അമ്മയോട്. ശരിയല്ലേ? അവർ എന്തുകൊണ്ട് വന്ന് ഒരു ജോലി ചെയ്യുന്നില്ല? അവരെന്തുകൊണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുന്നില്ല? അവരെന്തുകൊണ്ട് ഈ വെയിൽ കൊള്ളുന്നില്ല? എന്തുകൊണ്ട് അവരുടെ വൈദ്യുതി ഡി കുറയാൻ പോകുന്നു? എന്തുകൊണ്ട് അവരുടെ അയണിന്റെ അളവ് കുറയുന്നു? അല്ലെങ്കിൽ എന്നോ വേറെ ശബ്ദത്തിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും നെഗറ്റീവായിട്ടാണ്, ഒന്നിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. ബൈബിൾ പറയുന്നുണ്ട്, സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്ന്. നമ്മുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും ഈ ലോകത്ത് ജീവിക്കണം, നന്നായി ജീവിക്കണം, നന്മ ചെയ്ത് ജീവിക്കണം എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരെ എല്ലാ രീതിയിലും സുഖത്തിൽ ജീവിപ്പിച്ച് നല്ല സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുത്ത് ഒക്കെ അവർ ജീവിക്കുക. പക്ഷെ നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും ഒരു കടപ്പാട് അവർ കാണിക്കുന്നുണ്ടോ? അവരൊരു സ്നേഹം നിങ്ങളോട് കാണിക്കുന്നുണ്ടോ? അവർക്കൊരു സന്തോഷമുണ്ടോ? നിങ്ങൾക്കൊരു സന്തോഷമുണ്ടോ? എന്തുകൊണ്ട് ഇതില്ല? ഞാൻ പറയും, ഒന്നാമത്തെ കാര്യം അവരിലെ ദൈവ എന്ന വിശ്വാസം, ദൈവത്തോടുള്ള ഒരു അടുപ്പം, ഈശ്വരനോടുള്ള ഒരു അടുപ്പം അവർക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേര് നിങ്ങളുടെ താല്പര്യമ്പോൾ നിങ്ങളുടെ കൂടെ വന്നിരിക്കും? നിങ്ങൾ അപ്പം നമ്മളില് ദൈവിക വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവിക സ്നേഹം നഷ്ടപ്പെട്ടു, നമ്മളിലെ പോസിറ്റീവായുള്ള എല്ലാ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു. നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകാതെ നമ്മൾ നമ്മെ തന്നെ ഉണർത്തണം, ഉറങ്ങുന്നവരെ ഉണർത്തണം. അതായത് നമ്മുടെ കുഞ്ഞ് ഒരു പുഴുവിനെ പോലെ ഇവിടെ ഇഴഞ്ഞു നടക്കേണ്ടവനല്ല, അവൻ പൂമ്പാറ്റയെ പോലെ പറക്കേണ്ടവനാണ്. അവനൊരു കാക്കയെ പോലെ അലഞ്ഞു നടക്കേണ്ടവനല്ല, അവൻ കഴുകയെ പോലെ പറക്കേണ്ടവനാണെന്നുള്ള ബോധ്യം നമ്മൾ മാതാപിതാക്കൾ കൊടുക്കണം. ടീച്ചേഴ്സ് കഴിവും അവരും ചെയ്യണം. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു പ്രസന്നതയും ആ ഈശ്വര വിശ്വാസവും നമ്മുടെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും നമ്മൾ സന്തോഷത്തോടെ അവരോട് ഇടപെടുന്നതും നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും, നമ്മുടെ ഭർത്താവ് മാറും, നമ്മുടെ ഭാര്യ മാറും, ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും.
എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള കാര്യം ഇവിടെ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതേപോലെ ടീച്ചേഴ്സിനെ പരിരക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ സ്കൂളിലെ ടീച്ചേഴ്സ് എനിക്കറിയാം പല പ്രോഗ്രാമുകൾ ഞാൻ കാണുമ്പോൾ വളരെ ഇതെല്ലാം ക്രമീകരിച്ചത് ഞാൻ രാവിലെ ഏറ്റവും ഒരു കാര്യമാണ് ടീച്ചേഴ്സാണ്. നമ്മുടെ പേരൻസിന് ചെയ്യാവുന്നത് നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഏത് കാര്യങ്ങളിലും നമ്മുടെ പങ്കാളിത്തം ഈ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മെന്റർ ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏറ്റവും പുറകിലിരിക്കുന്ന കുഞ്ഞിനെ, പഠിത്തത്തില് പിന്നിലിരിക്കുന്ന കുഞ്ഞിനെ, ബുദ്ധിയിൽ കുറവാണെന്ന് തോന്നുന്നെങ്കിൽ, അവന് സൗകര്യത്തിൽ കുറവൊക്കെ ഉണ്ടെങ്കിൽ, അവന് എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ, അവന് മാനവയുണ്ടെങ്കിൽ, അവനെ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവന്ന് അവനെ നമ്മൾ ഉയർത്തുക. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ പരിഹസിക്കരുത്. ഒരിക്കലും ഒരു കുഞ്ഞിനെ നമ്മൾ പരിഹസിക്കരുത്. ഞാൻ ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പല ബലഹീനതകളാണ്. സിസ്റ്ററിന്റെ എനിക്കറിയാം, ഇവിടെയൊക്കെ സിസ്റ്റർ ഡിസബിലിറ്റിയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. കാരണം അവർ നമ്മുടെ ഒരു കുഞ്ഞാണെന്നുള്ള ബോധ്യത്തില് ഞാൻ പറയുന്നു, സിസ്റ്റർ നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ, ഒരു ടീച്ചർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ഓരോ മനസ്സിൽ എപ്പോഴും ഒരു ടീച്ചറുണ്ട്. നിങ്ങളെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച, 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച, അല്ലെങ്കിൽ +2 പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ടീച്ചർ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് ആ ടീച്ചർ നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റി? അവരുടെ സൗമ്യമായ സംഭാഷണം, നിങ്ങളോടുള്ള സ്നേഹം, ആ ഒരു അടുപ്പം അല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അവരുമായിട്ട് ആ ബന്ധത്തെ കൊണ്ടുവന്നത്. ഞാൻ പറയുന്നു, സെന്റ് മാർട്ടിൻ സ്കൂളിലെ ഒരു കുഞ്ഞ് ഒരു IAS എടുത്തു, അവൻ കൊടിവെച്ച കാറില് നമ്മുടെ ഗേറ്റ് കയറി വരികയാണ്. അവൻ പഠിച്ച സ്കൂളിലേക്ക്. നമ്മൾ വിചാരിക്കും സിസ്റ്ററിനെയും പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കാണാനാണ്. അവർ വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്നെ പരിഹസിച്ച, എന്നെ പിന്നോക്കം മാറ്റി നിർത്തിയ, എന്നെ അവഹേളിച്ച ആ ടീച്ചറിനെ എനിക്ക് കാണാൻ വേണ്ടി ഞാൻ വന്നെന്ന് പറയുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിലും അവർ നല്ല ടീച്ചേഴ്സാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ പരിഹസിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ ഒരു കുറവ് നമ്മൾ കൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ആരായാലും സമൂഹത്തിൽ നമ്മൾ ഒരാൾക്ക് കുറവ് കൊടുക്കുകയാണെങ്കിൽ ആ കുറവായിരിക്കും അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കുന്നത്. നന്മകൾ നമ്മൾ കൊണ്ട് നടക്കാറില്ല. നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം നന്മകളുണ്ടായി, വിജയങ്ങളുണ്ടായി, പക്ഷെ നിങ്ങളത് ആ ഒന്നും ഓർക്കത്തില്ല. പക്ഷേ എന്നെ ആ ടീച്ചർ എന്റെ കുട്ടായ എന്നൊക്കെ പുറകെ ഒരു അടി അടിച്ചു, അത് പൊട്ടി ചോരി ഒഴിച്ചു, അല്ലെ എന്റെ പിതാവ് എന്നെ ആവശ്യമില്ലാതെ അടിച്ചു. നിങ്ങളെ അടിച്ചിട്ടാണ് ഞാൻ അതിപ്പോഴും കുഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ കാര്യത്തിന് അടിച്ചതെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്യുന്നത്. ഞങ്ങൾ ഇതിന്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്നത്, മുതിർന്നവരെ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് ഇന്നത്തെ മോഡേൺ സൈക്കോളജിയിലെ, അതായത് പ്രോഗ്രാമിംഗ് അറിയപ്പെടുന്ന ആ ഒരു ഇതിലെ നമ്മൾ ചെയ്യുന്നത് ഇവരുടെ പഴയ ആ വേദനയെ, ആ ദുരന്തത്തെ, അവരുണ്ടാക്കിയ ആ ആഘാതത്തെ നമ്മൾ അവരുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ ആ മനസ്സിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഒരാൾക്കൊരു മുറിവ് കൊടുക്കുകയാണെങ്കിൽ ആ മുറിവായിരിക്കും അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കുന്നത്. നന്മകൾ നമ്മൾ കൊണ്ട് നടക്കാറില്ല. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം നന്മകളുണ്ടായി, വിജയങ്ങളുണ്ടായി, പക്ഷെ നിങ്ങളത് ആ ഒന്നും ഓർക്കത്തില്ല. പക്ഷേ എന്റെ അമ്മയെ ഉപദ്രവിക്കും, എന്റെ ഇളയ സഹോദരനെ ഉപദ്രവിക്കും, എനിക്ക് കാണുമ്പോൾ വിഷമമാണ്. നിങ്ങളുടെ ചങ്കിൽ കൈവച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കുന്ന വേദനകള്, ആ വേദനകള് അവരുടെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. നമ്മൾ കൊടുത്ത മെസ്സേജസ് നല്ലതാണ്. നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കണം. നിങ്ങളുടെ ചങ്കை കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ദുശീലങ്ങളെ നമ്മൾ എടുത്തു മാറ്റുവാനായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ മുമ്പിൽ പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നില്ല, ഞാൻ ഉപകരിക്കുന്നില്ല, നിങ്ങൾ നോക്കിക്കൂ. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. നമ്മുടെ മനസ്സ് ശക്തമായിട്ട് തീരുമാനമെടുത്താൽ അതിനെ മറികടക്കാൻ മറ്റൊന്നും സാധിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ തീരുമാനമെടുക്കുക, പരസ്പരം കോപിക്കാതെ, കലഹിക്കാതെ, ദുശീലങ്ങൾ അകപ്പെടാതെ, പിന്നെ മറ്റുള്ളവരുടെ നന്ദിയില്ലാതെ, സ്നേഹമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഒരു വിങ്ങൽ പോലെ കൊണ്ടുപോയി നിങ്ങളുടെ ജീവിതത്തെ മാറ്റണം എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മകന് അതേപോലെ ഈ പ്രശ്നം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒത്തിരി ഉണ്ട്. ഡോക്ടറെ സൂചിപ്പിക്കും, ഒത്തിരി ഡിസോർഡർ ഉണ്ട്. ഈ ഇതിനെയൊക്കെ നമ്മൾ മറികടക്കുവാനായിട്ടുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രകൃതിയിലേക്ക് അവരെ ജോലി ചെയ്യുക, അവരെ കളിക്കാൻ അനുവദിക്കുക, എന്നിട്ട് പഠിക്കട്ടെ. അതാണ് നമ്മളെ ഇതിനൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കാൻ പോയാൽ ഈ കുഞ്ഞുങ്ങൾ നടന്നു കിടക്കാറുള്ളൂ. ഇതെല്ലാം മെഡിസിനാണ്. അപ്പം നമുക്ക് തന്നെ മാറ്റാവുന്ന ഭാഗത്ത് നിന്ന്